गुड मॉर्निंग एवरीबडी। आटिंगल के मशहूर फेडरल कॉलेज की 9वीं कक्षा के छात्रों को हिंदी क्लास में हार्दिक स्वागत है। आज हम जिस गली में मैं रहता हूँ नामक पाठ के बारे में सोचेंगे। इसके लेखक हैं मिर्जा गालिब। मिर्जा गालिब ഒരു വിചിത്രമായ പേരാണ്, അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. മിർജ ഗാലിബ്. ഈ പാഠം ജിസ് ഗലീമേ മേ രഹത്താ ഹൂ എന്നത് ഞാൻ താമസിക്കുന്ന തെരുവിൽ എന്നാണ് അതിൻ്റെ മലയാള അർത്ഥം എടുക്കേണ്ടത്. ഞാൻ താമസിക്കുന്ന തെരുവ്, അതിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്, അതൊക്കെ ഇതിൽ പറയും. ഇത് മിർജ ഗാലിബ് എന്ന കവി അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ വിശദമായി പറയുന്നത്. അദ്ദേഹം ഫാഴ്സിയിലും ഉറുദുവിലും കവിത എഴുതുന്ന ഒരു മഹാനായ ആളായിരുന്നു. അവസാനത്തെ മുഗൾ ചക്രവർത്തി ആരും നിങ്ങൾക്കെല്ലാം അറിയാം, സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചിട്ടുണ്ട്. ബഹദൂർ ഷാ സഫർ എന്നായിരുന്നല്ലോ പേര്. ആ ബഹദൂർ ഷാ സഫറിൻ്റെ കവി സദസ്സിൽ ഒരു മഹാനായിരുന്നു മിർജ ഗാലിബ്. മുമ്പ് മുഗൾ ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് മാത്രമല്ല, പ്രാചീന കാലം മുതൽ നമ്മൾ നോക്കിയാൽ എല്ലാ മഹാന്മാരായ ചക്രവർത്തിമാരുടെയും രാജാക്കന്മാരുടെയും സദസ്സിൽ കവികൾ ധാരാളമായി ഉണ്ടായിരുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. കവി കാളിദാസനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അദ്ദേഹം ഒരു സദസ്സിലെ മഹാനായ കവിയായിരുന്നു. അത് മധ്യപ്രദേശിൽ ഭോപ്പാലിനടുത്ത് ഉജ്ജയിനി എന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നൊരു 10-40 കിലോമീറ്റർ പോയാൽ ആ സ്ഥലത്ത് ചെല്ലാം. അവിടെ പണ്ട് വളരെ വലിയൊരു പട്ടണമായിരുന്നു. അവിടെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ താമസം. കാളിദാസനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരാരും ഉണ്ടായിരിക്കുകയില്ല എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ പണ്ട് മുതൽ മധ്യകാലത്തും ആധുനിക കാലത്തുമൊക്കെ കവികൾ രാജാക്കന്മാരുടെ ആശ്രമത്തിലാണ് കഴിഞ്ഞിരുന്നത്. അതിൻ്റെ കാരണം ഈ രാജാവിനെ കുറിച്ച് കവിത എഴുതും, അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന സാമൂഹ്യ പശ്ചാത്തലത്തെക്കുറിച്ചും കവിതകൾ എഴുതും. അതൊക്കെ നടന്നിരുന്നത്. ഈ കാലഘട്ടത്തിലും ബഹദൂർ ഷാ സഫറിൻ്റെ സദസ്സിലും ഇദ്ദേഹം ഷായറി എഴുതുന്ന ആളായിരുന്നു. ഷായറി എന്ന് പറയുന്നത് ഈ ഉറുദു ഫാഴ്സി, അന്നത്തെ ഭരണഭാഷ ഫാഴ്സിയായിരുന്നു. മുഗൾ ചക്രവർത്തിമാരുടെ ഭരണകാലത്തെ ഭാഷ ഫാർസിയായിരുന്നു. പിന്നെ ഉറുദു സംസാരിക്കും, ഹിന്ദി സാധാരണക്കാർ സംസാരിക്കും. എന്നാൽ പലതും ഫാർസിയിലാണ് അവർ എഴുതിയിരുന്നത്. ഇദ്ദേഹവും ഫാർസിയിലും ഉറുദുവിലും കവിത എഴുതുന്ന ഒരു മഹാനായ കവിയായിരുന്നു. ആരാണ്? മിർജ ഗാലിബ്. നിങ്ങൾക്കറിയാം 1857 നടന്ന ജനകീയ വിപ്ലവത്തെക്കുറിച്ച്. ബ്രിട്ടീഷുകാർ സർവ്വശക്തിയും പ്രയോഗിച്ച് അതിനെ അടിച്ചമർത്തുകയും ചെയ്തിരുന്നു. ഇത് ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ചക്രവർത്തിയെ, അന്നത്തെ ചക്രവർത്തിയെ അവരെന്താണ് ചെയ്തത്? മുഗൾ ചക്രവർത്തിയെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് നാട് കടത്തി. അദ്ദേഹം റങ്കൂണിലേക്കാണ്, ബർമയിലേക്കാണ് നാട് കടത്തിയത്. അദ്ദേഹത്തിൻ്റെ മരണം അവിടെ വച്ച് തന്നെ ആയിരുന്നു. 1862 റങ്കൂണിലാണ് അദ്ദേഹം മരിച്ചത്. പേര് ഓർമ്മിച്ചോളണം, ബഹദൂർ ഷാ സഫർ. പിന്നെ അദ്ദേഹത്തിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. അത് ഈ പാഠത്തിലുണ്ട്, അത് പിന്നെ നോക്കാം. പിന്നെ ഇതിനെ ഹിന്ദിയിലേക്ക് പരിവർത്തനം ചെയ്തത്, ഭാഷ മാറ്റി എഴുതിയത്, ട്രാൻസ്ലേറ്റ് ചെയ്തത് ഡോക്ടർ കൈലാഷ് നാരംഗ് എന്നൊരു ആളാണ്. ഈ കൈലാഷ് നാരംഗ് ഒരു പഞ്ചാബിലും കാശ്മീരിലും കാണുന്ന ഒരു ജനസമൂഹമാണ് നാരംഗ് എന്ന് പറയുന്നത്. പഞ്ചാബിലും കാശ്മീരിലുമൊക്കെ ഉള്ള ആൾക്കാരാണ് കൈലാഷ് നാരംഗ്. സാമാന്യം നല്ല വിദ്യാസമ്പന്നരാണ് ഇവർ. വിദ്യാസമ്പന്നരാണ് പൊതുവിൽ, മറ്റുള്ളവർ പോലെയല്ല. കുറച്ച് നല്ല കുടുംബം മഹിമയൊക്കെ ഉള്ള ആൾക്കാരാണ് ഈ നാരംഗ് എന്ന് പറയുന്ന വിഭാഗം. അത് പഞ്ചാബിലും കാശ്മീരിലും ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഇൻട്രൊഡക്ഷനാണ്. ഇനി നമുക്ക് പാഠത്തെക്കുറിച്ച് നോക്കാം. പാഠത്തിൻ്റെ പേര് നോക്കുക, ജിസ് ഗലീമേ മൈ രഹത്താ ഹൂം. ഇതൊരു ഡയറിയാണെന്ന് ഞാൻ പറഞ്ഞു. ഡയറിയിൽ എഴുതുമ്പോൾ
നമ്മൾ പല കാര്യങ്ങളും ഓർമ്മക്കുറിപ്പായിട്ട് എഴുതും. ആ ഓർമ്മക്കുറിപ്പ് നമ്മൾ നോക്കി വായിക്കണം. ഡയറി എഴുതുന്നത് നിങ്ങൾക്കറിയാം. പല ക്ലാസ്സിലും ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ ഡയറി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ആ ഡയറി എഴുതുന്നത് എങ്ങനെയാണെന്ന് ഇതൊന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. ഇനി ബ്രിട്ടീഷുകാരുടെ ഭരണകാലം. ബ്രിട്ടീഷുകാർ ഇവിടെ കച്ചവടത്തിന് വന്നവരാണെങ്കിലും ക്രമേണ അവർ നമ്മുടെ ഇവിടെ ഭരണാധികാരത്തിൽ വന്നു. അതിന് പല കാരണങ്ങളും പറയുന്നുണ്ട്. ഇവിടുത്തെ ആൾക്കാരുടെ കഴിവുകേടാണെന്നും കഴിവാണെന്നും മറ്റ് പലതും പല വ്യാഖ്യാനങ്ങളും ഉണ്ട്. എന്നാൽ കച്ചവടത്തിന് വന്നവർ നമ്മളെ ഇവിടെ ഭരിക്കാൻ തുടങ്ങി. അത് അവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു പലരും ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അല്ലാത്തവർ ഇതിനിടയ്ക്ക് ധാരാളം വൈസ്രായിമാരെ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ പാഠം വായിക്കും, വളരെ കൃത്യമായും അത് നോക്കിക്കൊള്ളണം. പ്രധാനപ്പെട്ട വാക്കുകൾ ഞാൻ പറയും, അത് നിങ്ങൾ പഠിച്ചോളൂ. अंग्रेजों ने दिल्ली में आते ही सीधे सादे लोगों को मारना शुरू कर दिया. ബ്രിട്ടീഷുകാർ ഡൽഹി ഭരണസിരാ കേന്ദ്രമാക്കി ഭരിക്കാൻ തുടങ്ങിയത് മുതൽ ദില്ലിമേ ആത്തേഹി സീധേ സാദേ ലോകം, സീധാ സാദ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർ, പണക്കാരല്ല, ലോകവും മാറണ ശുരു കരുതിയ അവരെ കൊല്ലാൻ തുടങ്ങി. എന്താണ് കാരണം? ചിന്തിച്ചുകൊള്ളുക. പാവപ്പെട്ടവരെ മറ്റുള്ള നേതാക്കൾ ഒരുമിച്ച് ചേർത്ത് ഇവർക്കെതിരായിട്ട് വിപ്ലവം ഉണ്ടാക്കിയാലോ? ഒരു വിപ്ലവം അവർ കണ്ടിരിക്കുന്നു 1857 ഉൻഹോനെ ഗരീബോं के घर भी जला दिए. ബ്രിട്ടീഷ് പട്ടാളക്കാരെ അയച്ച് എന്ത് ചെയ്തു? गरीबों के घर, गरीबों को सताना ही नहीं, गरीबों के घर भी जला दिए. അവരെ ഉപദ്രവിക്കുക മാത്രമല്ല അവരുടെ വീട് തീ വച്ച് നശിപ്പിച്ചു. गोरों के डर से दिल्ली वालों में भगदड़ मच गई. गोरों के डर से വെള്ളക്കാർ, ഗോര എന്ന് പറഞ്ഞാൽ വെള്ളക്കാരെന്ന് ഇവരെ പറയാറുണ്ടല്ലോ. ബ്രിട്ടീഷുകാരെ വെള്ളക്കാരെന്നും പറയാറുണ്ട്. गोरों के डर से दिल्ली वालों में, ദില്ലി വാല ഡൽഹിയിൽ താമസിക്കുന്നവരെ ദില്ലി വാല എന്ന് പറയും. ഭഗ്ദഡ് മച്ച് ഗയി. ഭഗ്ദഡ് എന്ന് പറഞ്ഞാൽ പരിഭ്രമിച്ചുള്ള ഓട്ടം. ഭഗ്ദഡ് അണ്ടർലൈൻ ചെയ്താൽ പഠിച്ചോളണം. പരിഭ്രമിച്ചുള്ള, ജീവനും കൊണ്ട് ഓടുക, പലായനം ചെയ്യുക എന്നൊക്കെ പറയും മലയാളത്തിൽ. ഭഗ്ദഡ്. ഭാഗ് ജാന, ഡർ കെ കാരൺ ഭാഗ് ജാന. ഡർ എന്നുവെച്ചാൽ ഭയന്ന് ഓടുക. ബ്രിട്ടീഷ് പട്ടാളം വരുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ കൈ കെട്ടി എടുത്തുകൊണ്ട് ഓടുക. അതാണ് അവർ ചെയ്തത്. ചിലപ്പോൾ ഒന്നും കിട്ടുകയില്ല, ഓടും, ഓട്ടം മാത്രം അവശേഷിക്കും. ഭഗ്ദഡ് മച്ച് ഗയി. अपनी अपनी जान बचाकर, ഇവിടെ വരുന്നുണ്ട്, अपनी अपनी जान बचाकर. ജാൻ ബച്ചാന്ന് വെച്ചാൽ പ്രാണനും കൊണ്ട് ഓടുക എന്ന്. പ്രാണനും കൊണ്ടാണ് ഓടുന്നത്, പ്രാണൻ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാണ്. ബച്ചാക്കർ വേ ഭാഗിനികളെ, എങ്ങോട്ടോ ഓടിപ്പോയി. ഇനി ഭഗ്ദഡ്, പരിഭ്രമിച്ചുള്ള ഓട്ടം, ആ വാക്ക് ഓർമ്മിച്ചോളണം. ജിസ് ഗലി മേ മേ രഹത്താ ഹൂം. ഇനി ലേഖകൻ പറയാണ്, ജിസ് ഗലി മേ മേ രഹത്താ ഹൂം ഉസ്മേ സിർഫ് 10-12 ഘർ ഹൈ. അദ്ദേഹം താമസിച്ചിരുന്ന ആ ഗലി എന്ന് വെച്ചാൽ തെരുവ്, ഒരു സ്ട്രീറ്റ്. ആ സ്ട്രീറ്റിൽ സിർഫ് 10-12 ഘർ ഹൈ, 10-12 വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഗലി മേ ഘുസ്നെ കാ സിർഫ് ഏക് ഹി രാസ്താ ഥാ. എങ്ങനെയായിരുന്നു അതിൻ്റെ പ്രത്യേകത? അവിടെ കയറാൻ ഒരേ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ഏക് ഹി രാസ്താ ഥാ, ഒരേ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. വഹാ കോയി കുവാ നഹീ ഥാ. അതിൻ്റെ പ്രത്യേകത എന്താണ്? ആ തെരുവിൽ അവരുടേതായിട്ട് ഒരു കിണറില്ല. കിണർ, വെള്ളം കോരുന്നതിനുള്ള കിണർ ഇല്ല. ജോ ലോഗ് ഭാഗ് നഹീ പായേ ഉൻ സബ്നെ മിൽക്കർ ഗലി കാ ദർവാജ ഭീതർ സേ ബന്ദ് കർ ദിയ. ഓടിപ്പോകാൻ കഴിയാതിരുന്ന കുറച്ച് പേരുണ്ടായിരുന്നു അവശേഷിച്ച്. അവരെന്ത് ചെയ്തു? ഈ ഒരേ ഒരു വാതിൽ ഉണ്ടായിരുന്നതിനെ കല്ലും തടികളും മറ്റും കൊണ്ട് അങ്ങ് അടച്ചു. ഗലി കാ ദർവാജ ഭീതർ സേ ബന്ദ് കർ ദിയ. അകത്ത് നിന്നുകൊണ്ട് അങ്ങ് അടച്ചു. ഒരു വഹാ പത്ഥർ രഖ് ദിയ. കൈ കിട്ടിയ പത്ഥർ എന്ന് പറഞ്ഞാൽ പാറ, കല്ല്, ഇതൊക്കെയാണ്. അതുകൊണ്ടങ്ങ് അടച്ചു. അപ്പം ഇനി പുറത്തുനിന്ന് ഒരാൾ അകത്തോട്ട്
കയറാൻ പറ്റത്തില്ല. घरों में खाने पीने का जितना सामान था धीरे धीरे खत्म होने लगा. घरों में വീടുകളിൽ ഖാനെ പീനേക്ക ജിത്തന ഖാന പീന അറിയാം, ആഹാരത്തിനുള്ള വസ്തുക്കളും കുറച്ചുണ്ടായിരുന്നു. അതെല്ലാം ജിത്തന സാമാൻ ധീരെ ധീരെ സാവധാനം ഖത്തം ഹോനെ ലഗ, തീരാൻ തുടങ്ങി, അവസാനിക്കാൻ തുടങ്ങി. ദിവസമായി എടുക്കുമ്പോൾ തീരുമല്ലോ. പാനിക്ക് ബഡി ദിക്കത്ത് ഥി, ഏറ്റവും വലിയ പ്രയാസം ഞങ്ങൾ അനുഭവിച്ചത് പാനി, വെള്ളം കിട്ടുക എന്നായിരുന്നു. ദിക്കത്ത് എന്നൊരു വാക്ക് വന്നിട്ടുണ്ട്. സാധാരണ ഹിന്ദി വാക്കല്ല, ഉറുദുവാണ്. ദിക്കത്ത് പ്രയാസം, ഡിഫിക്കൽട്ടി. ദിക്കത്ത് ധി, ദിക്കത്ത് പ്രയാസം, അത് ശ്രദ്ധിച്ചോളൂ. ലോഗ് ബഡി സാവധാനി സേ ആഹിസ്ത ആഹിസ്ത ഉസ് പാനി കോ പീ രഹേ ഥേ. അപ്പോൾ ഒരു സാധനം തീരെ ഇല്ല, കിട്ടുകയില്ല എന്ന് കഴിയുമ്പോൾ നമ്മൾ അതിന് പാഴി കളയില്ല. ലോഗ് ബഡി സാവധാനി സേ, വളരെ ശ്രദ്ധാപൂർവം, സാവധാനി ശ്രദ്ധയോടുകൂടി, ആഹിസ്ത ആഹിസ്ത എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ, വളരെ വെള്ളം വളരെ കുറച്ച് മാത്രം ചിലവാക്കി ജീവിക്കാൻ തുടങ്ങി. അത് വളരെ പ്രധാനമാണ്. പല ഭാഗങ്ങളിലും, രാജസ്ഥാനിൽ തന്നെ നേരിൽ കണ്ട കാര്യം, വെള്ളം കിട്ടിയാൽ ആദ്യം ആ ഗൃഹിണി, വീട്ടിലെ സ്ത്രീ, അവർ കുളിക്കും. ആ കുളിക്കുന്ന വെള്ളം കൊണ്ട് പിന്നെ പശുവിനെ കുളിപ്പിക്കും. ആ വെള്ളം കൊണ്ട് അവരെന്തെങ്കിലും പച്ചക്കറി നട്ടിട്ടുണ്ടെങ്കിൽ അത് നനയ്ക്കും. നമ്മൾ കേരളത്തിൽ ചെയ്യുന്ന അറിയാമല്ലോ, ടാപ്പ് തുറന്നങ്ങ് വിടുകയാണ്. ആവശ്യം എന്തെങ്കിലും ഇല്ലെങ്കിലും വെള്ളം അനാവശ്യമായി ചിലവാക്കുന്ന സ്വഭാവമുണ്ട്. മറ്റ് പലയിടത്തും ഇങ്ങനെയില്ല എന്നുള്ളത് ഓർമ്മിക്കുക. ഉസ് പാനി കോ ധീരെ കം ബഹുത് കം പാനി പീനെ ലഗെ, വളരെ കുറച്ച് വെള്ളമേ അവർ ഉപയോഗിച്ചു. വായിക്കാം. ഉസ് പാനി കോ പീ രഹേ ഥേ. എങ്ങനെ? ആഹിസ്ത ആഹിസ്ത ഉസ് പാനി കോ പീ രഹേ ഥേ. ലേക്കിൻ, എന്നാൽ എന്ത് സംഭവിച്ചു? ആഖിർക്കാർ വേ ഖടേ ബി ഖാലി ഹോ ഗയേ. എന്നാൽ നിറച്ചു വെച്ചത്, ഖട കുടമാണ്, അങ്ങനെ വെള്ളം നിറച്ചു വച്ചിരുന്ന കുടവും ഒഴിഞ്ഞു, കാലിയായി. കുടം കാലിയായി എന്ന് പറഞ്ഞാൽ വെള്ളം ആ കുടത്തിലില്ല, തീർന്നു. ऐसे में गली में रहने वाले 2 दिन और 2 रात तक भूखे प्यासे समय काटते रहे. ഈ അവസരത്തിൽ ഐസേമേ, ഇപ്രകാരം ഇങ്ങനെ ഒരു സ്ഥിതി വന്നപ്പോൾ, ഗലീമേ രഹനെ വാലെ, ആ തെരുവിൽ താമസിക്കുന്ന ആൾക്കാർ, 2 ദിൻ 2 ദിവസം, और 2 രാത് 2 രാത്രിയും, ദിനവും രാത്രിയും, തക്ക് ഭൂക്കേ പ്യാസേ സമയ കാട്ടത്തെ രഹേ, വിശന്നും പിന്നെ വെള്ളം കുടിക്കാനല്ല, ദാഹിച്ചും സമയം കഴിച്ചു കൂട്ടി. ലേക്കിൻ ജബ് പ്യാസ് ബർദാസ്ത് നഹി ഹുയി, എന്നാൽ ഈ ദാഹം സഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥ വരും. അതാണ് ബർദാസ്ത് കർണ വെച്ചാൽ സഹിക്കുക, ബർദാസ്ത് നഹി കർണ വെച്ചാൽ സഹിക്കാൻ പറ്റാതെ വരിക. ബർദാസ്ത്, ആ വാക്ക് ശ്രദ്ധിക്കുക. ബർദാസ്ത് നഹി ഹുയി, സഹിക്കാൻ കഴിയാതെ വന്നു. ബർദാസ്ത് നഹി ഹുയി, ബർദാസ്ത് ഹോന സഹിക്കാന്നാണ്. എന്നാൽ ദാഹം സഹിക്കാതെ വന്നപ്പോൾ ആളുകൾ പരേശാൻ ലോകോനെ, പരേശാൻ അങ്ങ് വിവശരായി, ഇനി എന്തും ചെയ്യും എന്നായി. പരേശാൻ ലോകോനെ ഗലീക്ക ദർവാസ ഖോൽ ദിയ, അവർ ആ അടച്ചു വച്ചിരുന്ന ദർവാസ, വാതിൽ അടച്ചിരിക്കുകയായിരുന്നു, അതിനെ തുറന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഖോൽ ദിയ, വെള്ളം കിട്ടുമോ? ഇല്ല. പിന്നെ എന്ത് ചെയ്തു? വേ പാനി കി തലാഷ്മേ, വെള്ളം കിട്ടുന്ന അന്വേഷിച്ച്, ബർത്തൻ ലേക്കർ, കൈ കിട്ടിയ പാത്രവും എടുത്തുകൊണ്ട്, നിക്കൽപ്പടേ, പുറത്തേക്ക് ഇറങ്ങി. നിക്കൽപ്പടേ, പുറത്തേക്ക് ഇറങ്ങി. ലേക്കിൻ പാനി തോ ദൂർ ദൂർ തക്ക് നഹി ധ, എന്നാൽ പാനി തോ ദൂർ ദൂർ തക്ക് കാഹി നഹി ധ, ഒരിടത്തും വെള്ളം ഉണ്ടായിരുന്നില്ല. അത് ശ്രദ്ധിക്കണം. വെള്ളമില്ല, പക്ഷേ എവിടെയെങ്കിലും വെള്ളം കണ്ടുപിടിച്ചേ ഒക്കുക, കണ്ടുപിടിച്ചേ കുടിക്കണം. അതിനെങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇനി ഷോര ബാരൂദ് ബനാനെ, ഷോര ബാരൂദ് ബനാനയ്ക്ക് കാമ്യാത്ത, ഷോര എന്ന സാധനം അത് വെടിയുപ്പാണ്. വെടിയുപ്പിനാണ് ഷോര എന്ന് ഹിന്ദി പറയുന്നത്. ബാരൂദ് എന്ന് പറഞ്ഞാൽ വെടി മരുന്ന്.
ഈ വെടിമരുന്നുണ്ടാക്കുന്ന ഒരു സാധനമാണ്, അതിലുള്ള ഒരു ചേരുവയാണ് ഈ ശോര. വെടിമരുന്നുണ്ടാക്കുന്നത് ഇപ്പോൾ അതിൻ്റെയൊക്കെ കാര്യമില്ല, കാരണം ഇപ്പോൾ എല്ലാം ബുള്ളറ്റാണല്ലോ. ശോര ബാരൂദ് ബനാനയ്ക്ക് കാമയാത്താഹെ, വെടിമരുന്നുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ശോര. ഉസി ശോരേക്ക പാനി, അതിന് വെടിയുപ്പിൻ്റെ വെള്ളം, അതിനടുത്ത് വെള്ളമുണ്ട്, അടുത്തുണ്ടായിരുന്നു ആ വെള്ളം. അതിന് തെരുവ് നിവാസികൾ എന്ത് ചെയ്തു? ഉസി ശോരേക്ക പാനി ജബ് ആസ്പാസ് മില, ചെന്നപ്പോൾ ഇതാണ് കണ്ടത് അവിടെ. ആ വെടിയുപ്പ് ഉണ്ടാക്കാനുള്ള വെള്ളം, അത് നല്ല വെള്ളമല്ല, കുടിക്കാൻ കൊള്ളത്തില്ല. എന്നിരുന്നാലും അവരെന്ത് ചെയ്തു? മില തോ ഗലി വാലെ ഉസ് പാനി കോ ഘറോമെല്ലയായി, അവരെന്ത് ചെയ്തു? അടുത്തുണ്ടായിരുന്ന ആ വെള്ളത്തിനെ, മോശപ്പെട്ട അഴുക്ക് നിറഞ്ഞ വെള്ളത്തിനെ തെരുവ് നിവാസികൾ അവരവരുടെ വീട്ടിലേക്ക് ശേഖരിച്ചു കൊണ്ടുപോയി. വേറെ മാർഗമില്ല. അപ്പോൾ ഇവിടെ ഒന്ന് ശോര എന്നൊരു വാക്ക് വന്നിട്ടുണ്ട്. സോഡിയം നൈട്രേറ്റ് എന്നാണ് അതിനെ പറയുന്നത്. ശോര, ബാരൂദ് വെടിമരുന്ന്, കെമിസ്ട്രിയിൽ പഠിക്കുകയാണ് നിങ്ങൾ. ശോര വെടിയുപ്പ്, സോഡിയം നൈട്രേറ്റ്. ബാരൂദ് എന്ന് പറഞ്ഞാൽ വെടിമരുന്ന്, ഗൺ പൗഡർ എന്നും പറയുവാണ്. ഇതാണ്. അടുത്തതായിട്ട് വരി നോക്കുക. വൈസെ സഹറിയിലെ പാനി കോ പീക്കർ ഹി ഉനോനെ പ്യാസ് ബിച്ചായി. അങ്ങനെ വൈസെ സഹരീല പാനി, എന്താണ് സഹരീല പാനി? വിഷവെള്ളം, വിഷം നിറഞ്ഞ വെള്ളം. സഹരിയിലെ പാനി കോ പീക്കർ, വിഷം കലർന്ന വെള്ളം കുടിച്ച് അവർ ഒരുവിധം ദാഹമടക്കി. പ്യാസ് ബുച്ചായി. അപ്പോൾ പാനി ഇത്തനാ കടുവ, കടുവ എന്ന് പറഞ്ഞാൽ കയ്പുള്ളത്, കടുവ. കടുവ അവർ ബദ്ബൂദാർ, ബദ്ബൂദാർ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ദുർഗന്ധമുള്ളത്. ബദ്ബൂ ദുർഗന്ധം, ഖുഷ്ബു സുഗന്ധം. ഈ ബദ് ഖുഷ്, ഈ രണ്ട് വാക്ക് ഒന്നുണ്ട്. ഒന്നിൽ ബദ് എന്ന് ആദ്യം ചേർത്തു, ബൂ എന്നാണ്. ബദ് ബൂ, ഖുഷ്ബു. ഖുഷ്ബു വാസനയാണ്, മണം. ബദ് അതിന് ഉപസർഗം എന്നാണ് ഗ്രാമറിൽ പറയുന്നത്. അത് പറഞ്ഞുതരാം. ബദ്ബൂദാർ कि लगा जैसे പാനി നഹി മൗത്ത് പീ രഹേ ഹോ. വെള്ളമല്ല കുടിക്കുന്നത്, പിന്നെ എന്താണ്? മരണത്തെയാണ് കുടിക്കുന്നതെന്നാണ് അവർക്ക് തോന്നിയത്. വെള്ളമല്ല, മരണത്തെയാണ്. മൗത്ത്, മൗത്ത് എന്ന് പറഞ്ഞാൽ മരണം. മൗത്ത് മരണം, മരണം എന്ന് ഹിന്ദിയിൽ പറയാം, മരണം എന്ന് പറയാം. മൃത്യു എന്ന് മറ്റൊരു വാക്ക്. ആ വാക്ക് ഓർമ്മിച്ചോളണം. മൗത്ത് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ മൗത്ത് അല്ല, ഓർമ്മിച്ചോളണം. മൗത്ത് മരണം, മൃത്യു മരണം എന്നും പറയും. മരണം. സഹരീല വിഷം നിറഞ്ഞ കണ്ടു. കടുവ കയ്പുള്ള എന്ന് മനസ്സിലാക്കി, ബിറ്റർ എന്ന് പറയും. ബദ്ബൂ ദുർഗന്ധം നിറഞ്ഞ. ബദ്ബൂൻ്റെ വിപരീത പദമാണ് ഖുഷ്ബു. അത് ശ്രദ്ധിച്ചോളണം. ഓപ്പോസിറ്റ് വേർഡ് ഖുഷ്ബു. അടുത്ത വരി നോക്കുക. ഏക് ദിൻ ബർസാത്ത് ഹുയി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മഴ പെയ്തു. ബർസാത്ത് മഴ പെയ്തു. ഹുബ് പാനി ബർസ, നല്ലവണ്ണം മഴ പെയ്തു, തകർത്ത് പെയ്തു. ഹൂബ് പാനി ബർസ, മഴ പെയ്തു, ശക്തമായ മഴയായിരുന്നു. ഹംനെ ഏക് ചാദർ ബാന്ദ് ലീ और एक मटका उसके नीचे रख दिया. ഞങ്ങൾ ആ തെരുവിൽ താമസിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്തു? ഏക് ചാദർ ബാന്ദ്, ചാദർ ഒരു വിരിപ്പെടുത്ത് വലിച്ചു കിട്ടി, പിന്നെ 4 മൂലയും വലിച്ചു കിട്ടി. അവർ ഏക് മട്ടക്ക, ഒരു കലം കൊണ്ടുവന്ന് അതിൻ്റെ അടിയിൽ വെച്ചു. അപ്പോൾ അതിലെ ഫണൽ പോലെ നിൽക്കും. ആ ഫണലിൻ്റെ അടിയിൽ നിന്ന് വെള്ളം താഴെ വീഴും. ആ വെള്ളം അവർ ഏറ്റെടുത്ത്. മട്ടക്ക ഉസ്കെ നീച്ചെ രഖ് ദിയ ഓ പാനി ഹി ഉസ് വക്ത് ഹമാരെ ലിയെ സബ്സെ ബഡി ദൗലത്ത് ഥി. അങ്ങനെ കിട്ടിയ വെള്ളം, അതിന് പേര് വെള്ളമെന്നല്ല അവർ പറഞ്ഞത്, ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ദൗലത്ത്. ദൗലത്ത് എന്ന് വെച്ചാൽ സമ്പത്ത്. ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് ആ സമയത്ത് ഈ കിട്ടിയ വെള്ളമായിരുന്നു. എങ്ങനെ കിട്ടിയെന്നുള്ള പറഞ്ഞു. ചാദർ വലിച്ച് കിട്ടി, അതിൽ നിന്ന് ഊർന്നിറങ്ങിയ വെള്ളം, അത് അവർ വലിയ മട്ടക്ക എന്ന് പറഞ്ഞാൽ കലം, വലിയ കലത്തിൽ ശേഖരിച്ചു. ആ വെള്ളം അവരെ സംബന്ധിച്ചോളം ഒരു വലിയ സമ്പത്ത് തന്നെയായിരുന്നു. ദൗലത്ത് എന്നുള്ള വാക്ക് ശ്രദ്ധിക്കുക.
സമ്പത്ത് എന്ന് എഴുതിക്കൂടുക. അടുത്ത വരി നോക്കുക. അസലി മുസീബത്ത്. മുസീബത്ത് ദുരിതം, അത് ഉറുദു വാക്കാണ്. ദുരിതം. ആ ദുരിതം എന്തായിരുന്നു? ഒക്ടോബർ 1857 1857 അറിയാമല്ലോ. 1857 എന്ന് ഹിന്ദി പറയും. എല്ലാവരും ഹിന്ദി എണ്ണം പഠിച്ചിട്ടുണ്ടെങ്കിൽ പറയാം. 1857 സൺ 57 എന്നും പറയും. അവരുടെ പ്രധാനപ്പെട്ട വർഷം, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിൻ്റെ വർഷമാണ് 1857 को आई जब कुछ अंग्रेज मेरे घर में घुस आए. ആ കാലഘട്ടത്തിൽ കുറച്ച് ബ്രിട്ടീഷുകാർ എൻ്റെ വീട്ടിൽ വന്നു, എൻ്റെ വീട്ടിൽ പ്രവേശിച്ചു. എൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേഖകൻ്റെ മിർജ ഗാലിബ്. എന്നിട്ട് എന്ത് ചെയ്തു? उन्होंने मेरे साथ मेरे दोनों बच्चों और नौकरों के साथ कुछ पड़ोसियों को भी गिरफ्तार कर लिया. ചുമ്മാ അല്ല വന്നത്. അവരെന്ത് ചെയ്തു? എന്നെ അറസ്റ്റ് ചെയ്തു, പിന്നെ എൻ്റെ 2 കുട്ടികളെ അറസ്റ്റ് ചെയ്തു, എൻ്റെ ജോലിക്കാരെ അറസ്റ്റ് ചെയ്തു, പിന്നെ പടോസി എന്ന് പറഞ്ഞാൽ അയൽപക്കത്തുള്ളവർ, എൻ്റെ അയൽപക്കത്ത് താമസിച്ചിരുന്നവരെയും അവർ അറസ്റ്റ് ചെയ്തു. ഗിരഫ്താർ എന്നൊരു വാക്കുണ്ട്, അണ്ടർലൈൻ ചെയ്തോളുക. ഗിരഫ്താർ കർണ, അറസ്റ്റ് ചെയ്യുക. കൈദ് കർണ എന്നൊരു വാക്ക് അതിന് പകരം ഹിന്ദി പറയാം. കൈദ് കർണ, അറസ്റ്റ് ചെയ്യുക. കൈദ് കർണ, അറസ്റ്റ് ചെയ്യുക. അറസ്റ്റ് ചെയ്തു. എന്നിട്ടോ ബ്രിട്ടീഷ് സൈനികരാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് വല്ലാതെ ഭയന്നിരിക്കുകയാണ്. വഹാസെ കുച്ച് ദൂരി പർ कर्नल ब्राउन नाम का एक अंग्रेज अफसर था. കുറച്ച് ദൂരെ ആയിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. കുച്ച് ദൂരി പർ കേണൽ ബ്രൗൺ എന്ന് പറഞ്ഞാൽ വലിയൊരു ആർമി ഓഫീസറാണ്. കേണൽ ബ്രൗൺ എന്നുള്ള പേര്. നാം കാ ഏക്ക് അംഗ്രേജ് അഫ്സർ ഥ. കേണൽ ബ്രൗൺ എന്ന ഒരു ബ്രിട്ടീഷ് ഓഫീസർ കുറച്ചകലെയായി നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഇവരെ അയച്ച് അറസ്റ്റ് ചെയ്യിച്ചത്. गिरफ्तार किए गए लोग एक एक कर उनके सामने पेश किए जा रहे थे. അപ്പോൾ ഈ അറസ്റ്റ് ചെയ്ത ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ്. അവർ ഓരോരുത്തരെയായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരിൽ ഓരോരുത്തരെയായി അയാളുടെ ആ ഓഫീസറുടെ അടുത്തേക്ക് ഹാജരാക്കിക്കൊണ്ടിരുന്നു. കൊണ്ടുപോയി അവിടെ കൊണ്ട് നിർത്തും, ചോദിക്കും. സാമ്നെ പേഷ് കർണ, സാമ്നെ മുമ്പിൽ നിർത്തുക എന്നാണ്. സാമ്നെ പേഷ് കർണ, മുമ്പിൽ കൊണ്ട് നിർത്തുക. ബ്രൗൺ കാ ചെഹ്റ സുർഖ് ഥ. ബ്രൗണിൻ്റെ ചെഹ്റ, ആ ബ്രൗൺ എന്ന പേര് അങ്ങനെ യോജിക്കും. അങ്ങനെ മുഖവും ബ്രൗൺ തന്നെയായിരുന്നാണ്. എന്താണ് ബ്രൗൺ? ചുവന്ന. സുർഖ് എന്ന് പറഞ്ഞാൽ ചുവന്ന എന്നാണ് അർത്ഥം. ഒരു വാക്ക് കിട്ടിയിട്ടുണ്ട്, സുർഖ്. ഇംഗ്ലീഷിലെ ബ്രൗൺ എന്ന വാക്കിൻ്റെ കറക്റ്റ് വാക്കാണത്. സുർഖ്, ചുവന്ന. അയാൾ ചുവന്ന മുഖം, ദേഷ്യം കൊണ്ട് ചുവന്നിരിക്കുകയാണല്ലേ. അയാളുടെ മുഖം ചുവന്ന മുഖം. ആ ബ്രൗണിൻ്റെ മുഖവും ബ്രൗൺ ആയിരുന്നു എന്നാണ്, ചുവന്നിരുന്നു. സുർഖ് ലാൽ എന്ന അർത്ഥം എഴുതിക്കൊള്ളുക. കോപം കൊണ്ട് ചുവന്ന. ആംഖേംബി ലാൽ ലാൽ ധി, കണ്ണുകളും ചുവന്നതായിരുന്നു. അയാൾ കണ്ണും ചുവന്നിരുന്നു. ഇന്ന് ദേഷ്യം കൊണ്ട് ഇയാൾക്ക് എന്തോ ഒക്കെ ചെയ്യണമെന്നാണ്. ഉൻകി ഊഞ്ചായി 6 ഫുട്ട് സെ ഭി ജ്യാദാ ധി. 6 അടിയിൽ കൂടുതൽ ഉയരമുള്ള ഒരു മനുഷ്യനായിരുന്നു അയാൾ. 6 അടിയിൽ കൂടുതൽ ഉയരമുള്ള സാധാരണ വളരെ അപൂർവമാണ്. അത് താഴെയായിരിക്കും. ഇങ്ങനെ ഉയരമുള്ള ഒരു ഓഫീസർ. ഉസ്നെ മുജ്സെ പൂച്ച. അപ്പം നമ്മുടെ ഗാലിബിനോട് ചോദിക്കുന്നത്, ഇദ്ദേഹത്തിനോട് ചോദിച്ചു, എന്താണ് മുജ്സെ പൂച്ച. ആപ് ക്യാ കർത്തേ ഹേ, താങ്കൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. മേനെ കഹ, അദ്ദേഹം ഉത്തരം കൊടുത്തു, ഉറുദു മേ കവിത ലിഖ്താ ഹൂം. ഞാൻ ഉറുദു ഭാഷയിൽ കവിത എഴുതുന്ന ആളാണ്, ഞാനൊരു ഷായറാണ്. ഓ, അദ്ദേഹം ചിന്തിച്ചു. तो പോയറ്റ്. പോയറ്റ് ഹോ, പോയറ്റ്, POET, ഇംഗ്ലീഷാണത്. POET, പോയറ്റ്, കവിയാണ് അല്ലേ. താങ്കൾ കവിയാണല്ലേ, കവിത എഴുതുന്നു. ഉസ്നെ കഹ, ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു? മൈനെ സിർ ഹില്ലാക്കർ, ഞാൻ തലകുലുക്കി പറഞ്ഞു. ഹാമി ഭരി, ഹാമി ഭർണ, അതേ എന്ന് സമ്മതിക്കുക. ഹാമി ഭർണ, ടു എഗ്രി. ഹാം കഹന എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്.
ഹാമി ഭരി അണ്ടർലൈൻ ചെയ്ത് എഴുതിക്കൊള്ളുക. ഹാമി ഭർണ ടു എഗ്രി, സമ്മതിക്കുക, സമ്മത അതെ എന്ന രീതിയിൽ തല കുലുക്കുക. അടുത്ത് നോക്കുക. മേരെ ജവാബ് സേ, എൻ്റെ ഉത്തരം കേട്ടപ്പോൾ ബ്രൗൺ കോ ഖുഷി ഹുയി, എൻ്റെ ഉത്തരം കേട്ടപ്പോൾ ബ്രൗൺ അദ്ദേഹത്തിന് ഓഫീസർ വളരെ സന്തുഷ്ടനായി, വളരെ സന്തോഷം തോന്നിയെന്നാണ് തോന്നുന്നത്. ഹുക്കും ദിയ, സിപ്പാഹിയുങ്കോ ഹുക്കും ദിയ, ആ സിപ്പാഹി അവർക്കൊരു എന്താണ്, ഇൻകോ ഇജ്ജത്ത് കെ സാത്ത് ഘർ വാപ്പസ് ഛോടാവോ, ഇദ്ദേഹത്തിനെ എല്ലാ ഇജ്ജത്ത് ആദരവോടും കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടാക്കുക എന്നാണ് ഉത്തരവ്. ഇജ്ജത്ത് എന്ന വാക്ക് അണ്ടർലൈൻ ചെയ്തുകൊള്ളണം. ഇജ്ജത്ത് എന്ന് പറഞ്ഞാൽ ആദരവ്, റെസ്പെക്റ്റ് എന്ന് പറയും. എല്ലാ ആദരവോടും കൂടി ഒന്നും ചെയ്യരുത്, ഇദ്ദേഹത്തിനെ തിരിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരിക എന്ന് പറഞ്ഞു. മൈനെ കേണൽ ബ്രൗൺസെ നിവേദന കിയ, അത്രയായപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് ഒരു പ്രാർത്ഥന, ഒരു അഭ്യർത്ഥന നടത്തി. എന്താണ് ആ അഭ്യർത്ഥന? അഭ്യർത്ഥന, ഒരു റിക്വസ്റ്റ് ഞാൻ കൊടുത്തു. മേരെ സാത്ത് ഗിരഫ്താർ കിയേ ഗയേ പഡോസ് ബേഹദ് സീധേ സാധേ ലോക. എന്താണ് പറഞ്ഞത്? എന്നോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട എൻ്റെ ഈ അയൽവാസികൾ എല്ലാവരും ബേഹദ് സീധേ സാധേ, തികച്ചും നിഷ്കളങ്കരാണ്. ഉണ്ടോ? സീധേ സാധേ നേരത്തെ നമ്മൾ കണ്ടു. നിഷ്കളങ്കരാണ്, യാതൊരു തെറ്റും ചെയ്യാത്തവരാണ്, പാവങ്ങളാണ്. സീധേ സാധേ ലോക ഹെ, ഉനേം ബി രിഹാ കർ ദിയാ ജായേ, അവരെയും എന്തു ചെയ്യണം? വിടണം, മോചിപ്പിക്കണം. റിഹാ കർണ, മോചിപ്പിക്കുക. റിഹാ കർണ, മോചിപ്പിക്കുക. അവരെയും അറസ്റ്റ് ചെയ്യരുത്, മോചിപ്പിക്കണം എന്ന് ആ ഒരു അഭ്യർത്ഥനയുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴോ ये लोग भी कविता करते हैं, ये लोग भी कविता करते हैं. ഇദ്ദേഹം ചോദ്യമാണ് കേണലിന്, ഇവരൊക്കെ കവിത എഴുതുന്നവരാണോ? അദ്ദേഹം പറഞ്ഞു ആണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹം പറഞ്ഞു മേനെ കഹാ ഹാം, അവരും കവിത എഴുതുന്നവരാണ്. കേണലിനെ ഉൻകോ ഭി ഘർ ജാനെ കി ഇജാദത്ത് ദേദി, ഇജാദത്ത് അനുവാദം. അങ്ങനെയാണെങ്കിൽ അവർ അവരുടെ വീട്ടിൽ പോയിക്കൊള്ളട്ടെ, അനുവാദം കൊടുത്തു. ഘർ ജാനെ കി ഇജാദത്ത് ദേദി. ഇസ് തര കവിത കെ കാരണം, അങ്ങനെ കവിത എഴുതും എന്ന ഒറ്റ കാരണത്താൽ, കാരണം ഉസ് റോസ് ആ ദിവസം കരീബ് 50 ആദ്മിയോങ്കി ജാനേം വെച്ചുകയും, ഏകദേശം ഒരു 50 പേര് രക്ഷപ്പെട്ടു, അവരുടെ പ്രാണൻ രക്ഷപ്പെട്ടു. കവിത എഴുതും എന്ന ഒറ്റ കാരണത്താൽ. കവിത എഴുതുന്ന ആൾക്കാർ എന്തെന്ന് വലിയ ഇഷ്ടമാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. ആ ദിവസം ഏകദേശം 50-ൽ കൂടുതൽ ആൾക്കാർ കവിത എഴുതും എന്ന കാരണത്താൽ രക്ഷപ്പെട്ടു. ഇജാദത്ത് അനുവാദം എന്നുള്ളത് നേരത്തെ എഴുതിയിട്ടുണ്ട്. ഇനി നോക്കാം. അഹം ഗലി വാലോനെ കിസി തര അപ്പനെ പ്രാൺ ബച്ചാലി. അങ്ങനെ ഈ തെരുവിൽ താമസിച്ചിരുന്ന നമ്മളൊരു 50 പേരോളം എങ്ങനെയെങ്കിലും പ്രാണൻ രക്ഷിച്ചു. മഗർ എന്നാൽ मैं उन हज़ारों अभागे दिल्ली वालों के बारे में क्या कहूँ जो हवालात और कैद खाने में बंद कर दिए गए थे. എന്നാൽ ആയിരക്കണക്കിന് ആൾക്കാരെ അന്നും അതിന് മുമ്പുമായിട്ട് ഈ ഓഫീസർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെക്കുറിച്ച് എന്ത് പറയാനാണ്? ഒരു ഹസാരോ അഭാഗ്യ ദില്ലി, നിർഭാഗ്യവാന്മാരായ ആ ഡൽഹി നിവാസികളെക്കുറിച്ച് എന്ത് പറയാനാണ്? അവരെവിടെയാണ്? ഹവാലാത്ത് എന്ന് പറഞ്ഞാൽ കസ്റ്റഡി, പോലീസ് കസ്റ്റഡിയിലാണ് ഹവാലാത്ത്. കൈദ് ഖാന എന്ന് പറഞ്ഞാൽ ജയിൽ എന്ന് ഹിന്ദി പറയും. കുറേ ആൾക്കാർ കസ്റ്റഡിയിലാണ്, കുറേ ആൾക്കാർ ജയിലിലാണ്. കസ്റ്റഡി മരണമെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അവിടെ ഉള്ള പ്രവൃത്തി വേറെയാണ്. ദിയേ ഗയേ ഥേ ജയിൽ ഷഹർ സെ ബാഹർ ഥി. ജയിൽ ഡൽഹി പട്ടണത്തിന് പുറത്താണ്, ഡൽഹി പട്ടണത്തിന് വെളിയിലാണ് ഈ ജയിൽ.
അവർ ഹവാലാത്ത്. എന്നാൽ കസ്റ്റഡിയോ ഡൽഹി പട്ടണത്തിന് ഉള്ളിലാണ്. ഹവാലാത്ത് ദില്ലിക്ക് ഭീതർ, ആ ഡൽഹി പട്ടണത്തിന് ഉള്ളിലാണ്. അവിടെ ഒരു ചുവപ്പ് കോട്ടയുണ്ട്, അതിനകത്തും ജയിലുണ്ട്. അന്നൊക്കെ അവരവിടെ കൊണ്ടിടും. എന്നാൽ കസ്റ്റഡി പട്ടണത്തിനകത്തും ആയിരുന്നു. ഇൻ ദോനോ ഹി ജഗഹോമേ, ഈ രണ്ട് സ്ഥലങ്ങളിലും ബേശുമാർ ഗുനാഹോങ്കോ ധൂംസ് കർ ഭർ ദിയാ ഗയാ था. ഈ രണ്ട് സ്ഥലങ്ങളിലും ബേശുമാർ, വളരെയധികം, ബഹുത് അധികം, ബേശുമാർ എന്നുള്ള വാക്ക് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളണം. വളരെയധികം, ബേശുമാർ ഗുനാഹോങ്കോ, കുറ്റവാളികളെന്ന് പറയുന്നവർ, ഗുനാഹ് കുറ്റവാളി എന്നാണ്. അവരുടെ ദൃഷ്ടിയിൽ കുറ്റവാളികളാണ്. ബ്രിട്ടീഷുകാരുടെ ദൃഷ്ടിയിൽ ഈ പാവപ്പെട്ടവർ കുറ്റവാളികളാണ്, കുറ്റം ചെയ്തവരാണ്. ആ കുറ്റവാളികളെ ധൂംസ് കർ ഭർ ദിയാ ഗയാ. ധൂംസ് കർ ഭർണ എന്ന് പറഞ്ഞാൽ കുത്തി നിറയ്ക്കുക, ഒന്നിനു മുകളിൽ ഒന്ന്. ജലിയൻ വാലായിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ ഈ കിണറ്റിൽ ആൾക്കാർ രക്ഷപ്പെടാൻ ചാടിയത്. അതെന്താണ് സംഭവിച്ചത്? ഒന്നാൾ മുകളിൽ വേറൊരാൾ ചാടി, അതിനുശേഷം ഒന്ന് ചാടി, അങ്ങനെ അടിയിൽ ചാടി വരെ അമർന്ന് മരിച്ച സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഈ ആൾക്കാരെ 10 പേരെ നിറയ്ക്കാവുന്നിടത്ത് 50 പേരെ നിറയ്ക്കുക. അങ്ങനെ ഒരു പിന്നെ ശ്വാസം വിടാൻ പോലും ഇടമില്ല എന്ന് വരും. സാൻസ് ലേനാ ഭി കഠിൻ ഹോ ജായേഗ. ബേശുമാർ ഗുനാഹോങ്കോ ധൂംസ് കർ ഭർ ദിയാ ഗയാ. ഇവിടെ ധൂംസ് കർ എന്നുള്ളത് ഓർമ്മിച്ചുകൊള്ളുക. അമിതമായി കുത്തി നിറയ്ക്കുക. വാഗൺ ട്രാജഡിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അത് ഹിസ്റ്ററിയിൽ പഠിക്കുമില്ലെങ്കിൽ. ഇസ് കദർ ഭർ ദിയാ ഗയാ, ഇസ് കദർ ഭർ ദിയാ ഗയാ. ഇസ് കദർ, ഈ രീതിയിൽ, ഈ വിധം എന്നാണ്. ഇസ് കദർ, ഈ വിധം കുത്തി നിറയ്ക്കപ്പെട്ടു. കി ലഗ്താ ഥാ ആദ്മി കെ ഭീതർ ആദ്മി സമായാ ജാ രഹാ ഹോ. ഒരു മനുഷ്യൻ്റെ മുതുകത്ത് മറ്റൊരാളിനെ അങ്ങ് വച്ച് അമക്കി വിടുകയാണ്. ആ കണക്കിനാണെന്ന് നമുക്ക് തോന്നും കണ്ടാൽ. ആത്മീ സമായാ ജാ രഹാ ഹോ. എന്നിട്ടോ സ്ഥിതി എന്താണ്? സാൻസ് ലേനെ മേം ഭി ദിക്കത്ത് ഹോഗി ഥി. ഒന്ന് ശ്വാസം വിടാൻ പോലും പ്രയാസം അനുഭവപ്പെട്ടിരുന്നു. ദിക്കത്ത്, പ്രയാസം. അണ്ടർലൈൻ ചെയ്ത് നോക്കുക. ദിക്കത്ത്, ഇതിൽ ഉറുദു വാക്ക് ധാരാളം വരും, ഞാൻ പറയാം. ദിക്ക് വന്ന എല്ലാം ഉറുദു വാക്ക് തന്നെയാണ്. ദിക്കത്ത്, പ്രയാസം, ഡിഫിക്കൽട്ടി, മുഷ്കിൽ ഹോയ. ദിക്കത്ത് ഹോ ഗയി ഥി. ഇൻ ദോനോ ഹി കൈദ് ഖാനോ കെ ബന്ദിയോങ്കോ. അങ്ങനെ ഈ രണ്ട് സ്ഥലങ്ങളിലും അറസ്റ്റ് ചെയ്ത് കുത്തി നിറച്ചിരുന്ന ബ്രിട്ടീഷുകാർ പറയുന്ന കുറ്റവാളികളെ എന്ത് ചെയ്തു? പിന്നീട് ബാദമേ ഫാൻസി ദീദി, അവരെ തൂക്കിക്കൊന്നു. പിന്നീട് തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത്. ഫാൻസി पर चढ़ाना, തൂക്കിക്കൊല്ലുക. അതാണ് അവരുടെ ഒരു വിനോദം എന്നാണ് തോന്നുന്നത്. ഇന്ത്യക്കാരെ തൂക്കിക്കൊല്ലുക. നഹി മാലൂം കിത്തനെ ലാഖ് ലോഗ് മാരേ ഗയേ. എത്ര ലക്ഷം ആൾക്കാർ മരണപ്പെട്ടു എന്ന് ഒരു കണക്കും എങ്ങും കിട്ടാനില്ല. അങ്ങനെ ദില്ലി മേ അബ് കുച്ച് ഹി ഹസാർ ലോഗ് ബച്ചേ ഹോങ്കെ. ഇനി നമ്മുടെ ലേഖകൻ പറയുന്നത് ഡൽഹിയിൽ ഇപ്പോൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഡൽഹി പട്ടണം നിങ്ങൾക്കറിയാം എന്തുമാത്രം ജനസംഖ്യയുള്ള പട്ടണമാണെന്ന്. അവിടെ ഇനി വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കി സബ് അംഗ്രേജോങ്കെ ഗുസ്സേ കാ ശിക്കാർ ഹോ ഗയേ. ബാക്കി എല്ലാവരും ബ്രിട്ടീഷുകാരുടെ ഗുസ്സ ദേഷ്യം, കോപത്തിന് ഇരയായിത്തീർന്നു. അവരെല്ലാം കൊണ്ടുപോയി അവരെ അവിടെ കൊണ്ടുപോയി കഷ്ടപ്പെടുത്തി തൂക്കിക്കൊന്നു. ബച്ചേ സിർഫ് വേ, കുറച്ച് പേര്. ആരൊക്കെയാണ്? ജോ ദില്ലി സെ ഭാഗേ. ഡൽഹിയിൽ നിന്നും ഓടിപ്പോയവർ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഡൽഹിയിൽ നിന്നും ഓടിപ്പോയവർ മാത്രം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടെ നിന്നവരെയൊക്കെ തട്ടി. ഇനി വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ബാക്കിയുള്ളത്. വേ ലോഗ് ഖുഷ് കിസ്മത്ത് ധേ വർണ്ണ ഉനേം ബി ഫാൻസി ദേ ദി ജാത്തി. അങ്ങനെ ഓടിപ്പോയവർ ഖുഷ് കിസ്മത്ത്. കിസ്മത്ത് എന്ന് പറഞ്ഞാൽ ഭാഗ്യം. ഖുഷ് കിസ്മത്ത് ഭാഗ്യവാന്മാരാണ്. എങ്ങനെയുള്ളവരാണ്? ഓടിപ്പോയവർ. അവർ ഭാഗ്യവാന്മാരായിരുന്നു. അല്ലാത്ത പക്ഷം അവരെയും
തൂക്കിക്കൊല്ലുമായിരുന്നു. അവരും ഈ ശിക്ഷ തന്നെ ബ്രിട്ടീഷുകാർ കൊടുക്കുമായിരുന്നു. ദില്ലി മേ രഹ്നാ ഹി ഉൻ ദിനോ മാനോ അപരാധ് ഹോ ഗയാ ഥാ. അതാ, ഡൽഹിയിൽ താമസിക്കുക എന്നത് ഒരപരാധമായിട്ടാണ് ആൾക്കാർക്ക് തോന്നിയിരുന്നത്. അവർക്ക്, ബ്രിട്ടീഷുകാർക്കും അത് തന്നെയാണ് തോന്നിയിരുന്നത്. അവിടെ താമസിക്കുന്നവരെയൊക്കെ കൊല്ലുക. ദില്ലി മേ രഹ്നാ ഹി ഉൻ ദിനോ, ആ കാലത്ത് മാനോ അപരാധ് ഹോ ഗയാ ഥാ, അപരാധമാണെന്ന് തോന്നപ്പെട്ടു. മേരി പെഹച്ചാൻ കാ ഭിസ്തി ഥാ ചിരാഗ് അലി. ഇവിടെ ചിരാഗ് അലി എന്നൊരാളുടെ പേര് വരുന്നുണ്ട്. അദ്ദേഹം ഭിസ്തിയാണ്. ഭിസ്തി എന്ന് പറഞ്ഞാൽ വെള്ളം കോരുന്നയാളിനെയാണ് ഭിസ്തി എന്ന് പറയുന്നത്. ഇതിന് അവർക്കൊരു കുടമല്ല, ഈ തുകൽ കൊണ്ടുണ്ടാക്കിയ ഒരു പാത്രം വരെ കാണും. ആ തുകൽ കൊണ്ടുണ്ടാക്കിയ വലിയ വലിയ പാത്രമാണ്. അതിൽ വെള്ളം നിറച്ച് കൊണ്ടുവന്നിങ്ങനെ ആളുകൾ കൊടുക്കും. പിന്നെ മോശപ്പെട്ട വെള്ളമാണെങ്കിൽ ഈ സ്ട്രീറ്റ് നനയ്ക്കുന്ന ഒരു സമ്പ്രദായം പണ്ടുണ്ടായിരുന്നു. ഈ പൊടിപടലം ഉണ്ടാവും. ആ പൊടിപടലത്തിന് ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഈ വെള്ളം നിറച്ചു കൊണ്ടുകഴിഞ്ഞ് റോഡിൽ ഇങ്ങനെ കുടയും. ആ സമ്പ്രദായം ഉണ്ട്. ഇന്നിപ്പോൾ അതിൻ്റെ കാര്യമില്ല. ചിരാഗ് അലി അദ്ദേഹം എന്താണ് ചെയ്തിരുന്നത്? ഭിസ്തിയാണ്, വെള്ളം കോരുകാരനാണ്. അദ്ദേഹം എൻ്റെ പരിചയക്കാരനായിരുന്നു, അടുത്ത താമസക്കാരനുമായിരുന്നു. അങ്ങനെ ഇരിക്കവേ അയാൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? റോസ് സുബഹ് ഷാം, എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും സുബഹ് ഷാം നഹർ കാ പാനി, അവനടുത്തൊരു തോടുണ്ട്. ആ തോട്ടിലെ വെള്ളം അപ്പനി മശകമേ, മശക് എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. മശകാണ് ഞാനീ പറഞ്ഞ തുകൽ കൊണ്ടുണ്ടാക്കുന്ന കുടം. മശക്, തുകൽ കൊണ്ടുണ്ടാക്കുന്ന വെള്ളം കോരാനുള്ള കുടം. ഭർത്ത അവർ അല്ലാഹ് കെ ഗുണ ഗാത്താ ഹുവ, എന്നിട്ട് ചുമ്മാടൊക്കെ എല്ലാവരെയും ചീത്ത പറയുന്നില്ല. അല്ലാഹ്, ദൈവനാമം ഉച്ചരിച്ചുകൊണ്ട്, അല്ലാഹ് ദൈവം, സർവശക്തൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഇനി സടക്കോങ്കോ സീഞ്ചാക്കർത്ത, ആ റോഡിൽ കൊണ്ടുവന്ന് റോഡിൽ വെള്ളം കുടഞ്ഞ് ആ പൊടി ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. ഒരു സൽപ്രവൃത്തിയാണ് ചെയ്തിരുന്നത്. ഖാനെ കെ ലിയെ ജോ ഭി रूखी सूखी मिल जाती उसी को गले के नीचे उतार अपने में मग्न रहता. എന്നാലോ മൃഷ്ടാന്ന ഭോജനമല്ല കഴിക്കുന്നത്, പിന്നെയോ ഖാനേക്കിലെ ജോഭി റൂഖി സൂഖി മിൽ ജാത്തി, എന്തെങ്കിലും ചെറിയ ഉണങ്ങിയ റൊട്ടി, സൂഖി റൊട്ടി കിട്ടിയാൽ അത് കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം എന്ത് ചെയ്തു? അപ്പനേമേ മഗ്ന്, അസന്തുഷ്ടനായി കഴിഞ്ഞിരുന്നു. ആഹാരത്തിനായി എന്തെങ്കിലും കിട്ടിയാൽ ആ കിട്ടുന്നത് സൂഖി റൊട്ടി, ഉണക്ക റൊട്ടിയാണെങ്കിൽ അത് കഴിച്ചിട്ട് സന്തുഷ്ടനായി അദ്ദേഹം ജീവിച്ചിരുന്നു. അങ്ങനെ ഒരു നല്ല മനുഷ്യൻ. ഏക് റോസ്, അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം, ഏക് റോസ്, ഒരു ദിവസം ദില്ലി കെ ബഡേ ഹാക്കിം, ഹാക്കിം, ആ വാക്ക് ശ്രദ്ധിക്കണം, ഹാ എന്നുള്ള നീട്ട് നിർബന്ധമാണ്. ഹാക്കിം അല്ലെങ്കിൽ അർത്ഥം മാറും, പറഞ്ഞുതരാം. ഹാക്കിം ഹുക്കൂമത്ത് കർണേ വാലാണ് ഹാക്കിം എന്ന വാക്കിനർത്ഥം ഹിന്ദിയിൽ പറയുന്നത്. ഹുക്കൂമത്ത് വെച്ചാൽ അത് ഈ ഓരോ ആജ്ഞകളും നടപ്പാക്കുന്ന മനുഷ്യൻ. ബ്രിട്ടീഷുകാർ പല ആജ്ഞകളും കൊടുക്കും, ഓർഡർ, അതൊക്കെ നടപ്പാക്കുന്ന ആളാണ് ഹാക്കിം. വലിയ ഓഫീസറാണ്, അയാൾക്ക് ആൾക്കാരെയൊക്കെ കൊല്ലാനും ഒക്കെ അധികാരമുണ്ട്, ആരും ചോദിക്കാനില്ല. ഹാക്കിം ഹുക്കൂമത്ത് കർണേവാല, അവിടുത്തെ ഭരണം അങ്ങേരുടെ കയ്യിൽ തന്നെയാണ്. കർണേവാല ബഡേ ഹഡ്സൺ സാഹബ്, പേരെന്താണ്? ഹഡ്സൺ സാഹിബാണ്, വെള്ളക്കാരനാണ്. ഹഡ്സൺ എന്നാണ് പേര്. അയാൾ എന്ത് ചെയ്തു? അവിടെ വന്നു. ഹഡ്സൺ സാഹബ് ജബ് സഡക് സെ അപ്പനെ ഘോടെ पर सवार होकर निकल रहे थे. ആ ഹഡ്സൺ തൻ്റെ കുതിരപ്പുറത്ത് കയറി ഈ റോഡിൽ കൂടി ഇങ്ങനെ വരികയായിരുന്നു, കുതിരപ്പുറത്ത് വരികയായിരുന്നു. അപ്പോഴോ ആ സമയം ചിരാഗ് അലി എന്ത് ചെയ്യായിരുന്നു? ചിരാഗ് അലി സടക്ക് സീഞ്ചിരാധ, ചിരാഗ് അലി വെള്ളം കോരിക്കൊണ്ട് വന്ന് ആ റോഡിൽ പൊടി മാറുന്നതിന് വെള്ളം ഒഴിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന് നല്ലതാണ് കുതിരയെ നടത്തിക്കൊണ്ട് വരാൻ. പക്ഷേ ഉസ്നെ ഹഡ്സൺ സാബ് കോ സലാം നഹീ കിയ, അയാൾ എന്ത് തെറ്റാണ് ചെയ്തതെന്നാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. ഹഡ്സനെ കണ്ടിട്ട് സലാം പറഞ്ഞില്ല, ഗുഡ് മോർണിംഗ് എന്നോ ഗുഡ് ഈവനിങ് എന്നോ അല്ലെങ്കിൽ നമസ്തേ ചെയ്യുന്നോ ഒന്നും പറഞ്ഞില്ല. അഭിവാദനം
കണ്ടിട്ട് അഭിവാദനം ചെയ്തില്ല. അഭിവാദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അഭിവാദ്യം ചെയ്യുക, അഭിവാദൻ കർണ എന്ന് ഹിന്ദിയിൽ. ഒന്നും ചെയ്തില്ല. അയാൾക്ക് ദേഷ്യം വന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈശ്വർക്കെ ഗുണഗാത്താരഹ, ദൈവനാമം തന്നെ പാടിക്കൊണ്ടിരുന്നു, അത് ഉച്ചരിച്ചുകൊണ്ടേയിരുന്നു, അള്ളാഹുവിനെ കുറിച്ച് പാടിക്കൊണ്ടിരുന്നു. അത് ഹഡ്സൺ ഇഷ്ടപ്പെട്ടില്ല. ഹഡ്സൺ സാബ്ക്കോ ജോ ഗുസ്സായ, ഹഡ്സന് ദേഷ്യം വന്നു. സാബ്ക്കോ ഗുസ്സായ, ഉൻഹോനെ അയാൾ ചാടി ഇറങ്ങി എന്ത് ചെയ്തു? അപ്പനെ തൽവാർ സെ, കയ്യിൽ നിന്ന് വാൾ ഊരി, തൽവാർ അഭാഗേ ചിരാഗ് അലി കാ പേട്ട് ചീറിടാല, ഒരൊറ്റ വെട്ട്. അഭാഗ ചീർന്ന് ജ്വാനം, ആ ചിരാഗ് അലിയുടെ വയറ് രണ്ടായിട്ട് കീറിപ്പോയി. അലിയുടെ വയറ് രണ്ടായിട്ട് കീറി. ആ റുസ്കി, എന്നിട്ട് അയാൾ വീണ് മരിച്ചു. ആ ലാശ ശവം, ഉസ്കി ലാഷ് ദില്ലി ദർവാസെ പർ ടാങ് ദി. ഡൽഹി ദർവാസ, ഡൽഹി പട്ടണം ഇങ്ങനെ പല വീട്ടിലുണ്ട്. ലാഹോർ ഗേറ്റ് എന്നും ഡൽഹി ഗേറ്റ് എന്നും ഇങ്ങനെ പല ഭാഗത്തും ഒരു പേരിട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊരിക്കലും ഡൽഹി പോകുമ്പോൾ അതൊക്കെ കാണാം. അവിടെ ആ ഡൽഹി ഗേറ്റിൽ കൊണ്ട് കെട്ടിത്തൂക്കി ഈ ചിരാഗ് അലിയുടെ തല. എന്ത് ആണ് ചിന്തിച്ച് നോക്കുക, എന്തൊരു ക്രൂരതയാണ് ഇന്ത്യക്കാരോട് ഈ ബ്രിട്ടീഷുകാർ കാണിച്ചു കൊണ്ടിരുന്നത്. യാതൊരു തെറ്റും ചെയ്യാത്ത, നല്ല കാര്യം ചെയ്തുകൊണ്ടിരുന്ന ആ ചിരാഗ് അലിയെ എന്ത് ചെയ്യായിരുന്നു? സടക്കോ സീഞ്ച് രഹാത താക്കി ധൂൾ നാവിടെ, പൊടി പറക്കരുത് എന്ന് കരുതി ചെയ്തിരുന്ന അയാളെ വെട്ടിക്കൊന്നു. അയാളുടെ തല വെട്ടി ഡൽഹി ഗേറ്റിൽ കൊണ്ട് വെട്ടിത്തൂക്കുന്ന പ്രവൃത്തി ആരായാലും സഹിക്കുമോ? ഈ ബ്രിട്ടീഷുകാരെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ സഹിക്കാൻ പറ്റും? ചിന്തിക്കുക. ഇനി ഹഡ്സൺ സാബിനെ, ഇനി അയാളെ മറ്റൊരു പ്രവൃത്തി, ഒരു നല്ല കാര്യം ചെയ്തങ്ങേര്. എന്താണെന്നറിയാമോ? ആലോചിച്ചാൽ നിങ്ങൾ ചിന്തിക്കുക. സാബിനെ ബഹദൂർ ഷാ സഫർക്കെ ദോനോം ബേട്ടോം, അവന്ന് 2 മക്കളുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ പഠിച്ചു. ആരൊക്കെയായിരുന്നു? ഷാജാദ എന്നായിരുന്നു ഒരാളുടെ പേര്. മിർജ അബൂബക്കർ എന്ന് രണ്ടാമത്തെ മകൻ്റെയും പേരായിരുന്നു. അത് ഷാജാദ എന്നും മിർജ അബൂബക്കർ എന്നും 2 മക്കളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഷാജാദ ഇവരെ മിർജ അബൂബക്കർ, ഇവർ 2 പേരെയും അറസ്റ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? വിചാരണയൊന്നും കൂടാതെ അബൂബക്കർ കാഭി ഖൂൻ കർ, അവരെ അങ്ങ് കൊന്നു. ഖൂൻ കർണ, കൊല ചെയ്യുക. കൊന്നിട്ട് ഉൻകെ സിർ, അവരുടെയും തല വെട്ടിയെടുത്തിട്ട് ദില്ലി ദർവാസെ പർ ലടക്കാതി, ഡൽഹി ഗേറ്റിൽ കൊണ്ടുവന്ന് മറ്റുള്ളവരെ കാണത്തക്കവണ്ണം പരസ്യമായി കെട്ടിത്തൂക്കി. തല വെട്ടിയെടുത്ത് പരസ്യമായി ഡൽഹി ദർവാസ വാതിലിൽ കെട്ടിത്തൂക്കി. ഹഡ്സൺ കോ ഹിന്ദുസ്ഥാനിയും കാ ഖൂൻ കർണേ മേ ബഡാ മസ ആതാ ഥാ. ഈ ഹഡ്സൺ ആണെങ്കിലുണ്ടല്ലോ, ഹിന്ദുസ്ഥാനികളെ, ഇന്ത്യക്കാരെ കൊല്ലുന്നത് അദ്ദേഹത്തിനൊരു തമാശയായിരുന്നാണ് പറയുന്നത്. വലിയ ആനന്ദം കൊണ്ടിരുന്നതാണ് ഒരു ഇന്ത്യക്കാരനെ കൊല്ലുന്നത്. മേരെ പടോസ് മേ ഏക്ക് ഔറത്ത് മെഹറുന്നീസ റഹ്തി ഹൈ. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സമീപത്ത് മെഹറുന്നീസ എന്ന് പേരുള്ള ഒരു സ്ത്രീ താമസിക്കുന്നു. പാവമാണ്, ഗരീബ്, ദരിദ്രയാണ്. ഉസ്കെ പതി കി മൗത്ത് കോ 7 സാൽ ഹുവേ. അവരുടെ ഭർത്താവ് 7 വർഷം മുമ്പ് മരിച്ചുപോയി. 7 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. അഖേലി ഔറത്ത്, ഇനി അവർ മാത്രമേ ഉള്ളൂ, 2 കുട്ടികളെ ഉള്ളൂ, 2 പെൺകുട്ടികൾ. അഖേലി ഔറത്ത്, ആ സ്ത്രീ എന്ത് ചെയ്യും? ദൂസറോങ്കി, അത് ജോലിയൊന്നുമില്ല, പിന്നെ എന്താണ് ചെയ്യുന്നത്? ദൂസറോങ്കി ഘർമേ ഝാഡു ലഗാക്കർ കിസി തരാസെ അപ്പനി ഗുസർ ബസർ കർത്തി തി. എങ്ങനെയെങ്കിലുമൊക്കെ ആ അടുത്തുള്ള വീടുകളിലൊക്കെ ചെന്ന് തൂത്ത് വൃത്തിയാക്കി കൊടുക്കും, ചൂല് കൊണ്ട് അടിച്ച് വൃത്തിയാക്കി കൊടുക്കും. അപ്പോൾ അവരെന്തെങ്കിലും കൊടുക്കും. അതുകൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. 2 കൊച്ചു പെൺകുട്ടികളുമുണ്ട്. ലേക്കിൻ ജബ് ഘർ ഹി നഹീ രഹേ ബസ്തി की बस्तियाँ जला दी गई तो മെഹറുന്നീസ കാം ന മിൽനെ സെ ഭൂഖോ മർനെ ലഗി. എന്നാൽ വീടുകളൊക്കെ ഇവർ തീ വെച്ച് നശിപ്പിച്ചു ബ്രിട്ടീഷുകാർ. പിന്നെ ബസ്തി എന്ന് പറഞ്ഞാൽ ആവാസ കേന്ദ്രമാണ്. ഈ ആവാസ കേന്ദ്രങ്ങളൊക്കെ അവർ നശിപ്പിച്ചു. അങ്ങനെയൊന്നും പിന്നെ വീടില്ല, ആവാസ കേന്ദ്രങ്ങളില്ല, പിന്നെ എവിടെയാണ് വൃത്തിയാക്കുന്നത്? വൃത്തിയാക്കൽ ജോലിയില്ല. മെഹറുന്നീസയും 2 പെൺകുട്ടികളും
ഭൂക്കോ മരണയിലേക്ക് വിശന്ന് മരിക്കാൻ തുടങ്ങി. ആ അവസ്ഥയൊന്ന് നോക്കുക. ആഹാരം കഴിക്കാനല്ല, വെള്ളം കുടിക്കാനില്ല. ഇനി ആജ് ഉസ്കെ യഹാ മൈനെ 10 റൊട്ടിയാ പഹുഞ്ചായി. ഞാൻ ആ അവസ്ഥ കണ്ടിട്ട് 10 റൊട്ടി അവരുടെ വീട്ടിൽ കൊടുത്തയച്ചു. ദൂസരി ജോ 10 റൊട്ടിയാൻ ബച്ചി, എനിക്ക് 20 റൊട്ടിയാണ് കിട്ടിയത്. അതിൽ 10 കൊടുത്ത് ബാക്കി 10 ഉണ്ടായിരുന്നതിൽ ഉസ്സേ മേരെ ദോനോ ബേട്ടോ അവർ നൗക്കറും കാ കാം ചല. എൻ്റെ ആ 10 റൊട്ടി കൊണ്ട് എൻ്റെയും എൻ്റെ 2 പുത്രന്മാരെയും പിന്നെ ജോലിക്കാരുടെയും ആഹാരം അതിൽ കഴിഞ്ഞു. മേരെ ഹിസ്സേമേ 1.5 റൊട്ടിയായി. എനിക്ക് കിട്ടിയ എത്രയാണെന്നറിയോ? 1.5 റൊട്ടി. 1 റൊട്ടിയും പിന്നെ ഒരു പകുതി റൊട്ടിയും. ഒരു ദിവസത്തെ ആഹാരമാണ്, ആലോചിക്കണം. പിന്നെ അന്നില്ല. ഈ 1.5 റൊട്ടിയാണ് കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞു. എന്നിട്ട് എനിക്ക് വലിയ സന്തോഷമുണ്ടായിരുന്നു. ആ മെഹറുന്നീസായ്ക്കും 2 പെൺകുട്ടികൾക്കും 10 റൊട്ടി കൊടുക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷം. അതുകൊണ്ട് എൻ്റെ വയറ് നിറഞ്ഞു എന്നാണ്. പിറവി തസല്ലി, തസല്ലി ആശ്വാസം, തസല്ലി ആശ്വാസം എഴുതിക്കൊള്ളണം. തസല്ലി ആശ്വാസം എനിക്ക് കിട്ടിയ അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. മേരി റോട്ടിയോം സെ മെഹറുന്നീസ ഓർ ഉസ്കി 2 ബേട്ടിയോ കി ഭൂഖ് തോ ബുझी. അതാണ് സന്തോഷം. ഞാൻ കൊടുത്തയച്ച റൊട്ടി കൊണ്ട് മെഹറുന്നീസായുടെയും അവളുടെ 2 പെൺകുട്ടികളുടെയും വിശപ്പ് മാറിയല്ലോ എന്നുള്ള ആശ്വാസം. അതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. മേരാക്കിയ മേരി തോ ഭൂഖാ രഹ്നേക്ക് ആദത്തി ഹി പോയി. എന്നെ കുറിച്ച് വിഷമിക്കേണ്ട. വിശന്നിരിക്കുന്നത് എനിക്കിപ്പോഴൊരു ശീലമായിരിക്കുകയാണ്. വിശന്നിരിക്കുന്നത് എനിക്കിപ്പോഴൊരു ശീലമായിരിക്കുകയാണ്. കാരണം ഒന്നും കിട്ടാനില്ല. മേരാ പടോസി. ഇനി അടുത്ത് ഒരു സംഭവം പുള്ളിക്കാരൻ പറയുന്നത്, മേരാ പടോസി ഹീരാ സിംഗ് ഏക് നൗജവാൻ ഹെ. അദ്ദേഹത്തിന് ഒരു ഹിന്ദു നൗജവാനാണ്. അങ്ങനെ പേര് ഹീരാ സിംഗ് എന്നാണ്. വഹ് മുझे ഹിമ്മത്ത് ബന്ധാത്താ ഹെ. എപ്പോഴും എനിക്ക് ധൈര്യം തരും. ഞാൻ വളരെ വിഷമിച്ച് ദുഃഖിച്ചിരിക്കുമ്പോൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. അദ്ദേഹം എന്നോട് പറയും, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ആശ്വസിപ്പിക്കും എന്നെ. നമുക്കിതിനെല്ലാം ഒരു മാർഗം, ഒരു പരിഹാരം ഉണ്ടാകും, നമുക്കുണ്ടാക്കാം എന്ന് പറഞ്ഞ് എനിക്ക് ധൈര്യം തരുന്ന വ്യക്തിയായിരുന്നു ഹീരാ സിംഗ്. ഇസ് ആധേ വീരാൻ और ആധേ ആബാദ് ഷഹർ മേ, ആ പട്ടണ ഒരു ഷഹർ, അതിൻ്റെ പ്രത്യേകതയാണ് ആധേ വീരാൻ ആധേ ആബാദ്. പകുതി സ്ഥലത്ത് ആരുമില്ല, പകുതി സ്ഥലത്ത് അങ്ങും ഇങ്ങുമൊക്കെ ആൾക്കാരുണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ പട്ടണം ഇപ്പോൾ ജനവാസം തീരെ ഇല്ലാത്തത്, അങ്ങും ഇങ്ങും മാത്രം ജനവാസമുണ്ട്, ഇല്ലാത്തതായി തീർന്നിരിക്കുന്നു. അവിടെ ശിവജി റാം ബി ത്വഹെ, മറ്റൊരാളും കൂടെ താമസമുണ്ട്. ശിവജി റാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഓർമ്മിച്ചുകൊള്ളുക. ആദ്യത്തെ ആളുടെ പേരെന്താണ്? ഓർമ്മിക്കുമല്ലോ, ഹീരാ സിംഗ്. രണ്ടാമത്തെ ആളുടെ പേരെന്താണ്? ശിവജി റാം. जो मुझसे कहते हैं कि मुसीबत के ये दिन कभी न कभी तो ख़त्म होंगे. ഈ ശിവജിറാം പറയും, ഈ കഷ്ടപ്പാട് നിറഞ്ഞ ദിവസങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മാറും. അങ്ങൊന്നുകൊണ്ടും വിഷമിക്കണ്ട, നമുക്കിതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാകും എന്ന്. ഈ കഷ്ടപ്പാടുകളൊക്കെ മാറും എന്ന് പറഞ്ഞ് എനിക്ക് ധൈര്യം തരുന്ന 2 പേരായിരുന്നു ഇവർ. അപ്പോൾ അങ്ങനെ എഴുതുന്ന ഉൻകാ ലടുക്ക ബാൽ മുകുന്ദ്, ആ ശിവജിറാമിൻ്റെ മകനാണ് ഈ ബാൽ മുകുന്ദ്. മുझे अपने पिता की तरह चाहता था. അവനെ അച്ഛനെ സ്നേഹിക്കുന്ന പോലെയാണ് എന്നെയും ആ കുട്ടി സ്നേഹിച്ചിരുന്നു. ബാൽ മുകുന്ദ് എന്നാണ് ആ കുട്ടിയുടെ പേര്. അവനൊരു മിടുക്കൻ പയ്യനാണ്. ജബ് മൈ ബീമാർ പടാ, എനിക്കൊരിക്കലൊരു അസുഖം വന്നു. ബീമാർ രോഗം വന്നപ്പോൾ ബാൽ മുകുന്ദ് അംഗ്രേസ് സിപ്പാഹിയോं की नजरों से ബച്ചാത്തെ എന്നും പറയും. അപ്പോൾ ബ്രിട്ടീഷ് സൈനികർ കാണാതെ ആണ് ബച്ചാത്തെ എന്ന്, കണ്ണിൽപ്പെടാതെ, ബച്ചാത്തെ കണ്ണിൽപ്പെടാതെ എന്ത് ചെയ്തു? ഒരു വൈദ്യനെ വിളിച്ചുകൊണ്ടിരുന്ന കഥയാണ് പറയുന്നത്. അംഗ്രേസ് സിപ്പാഹിയോं की नजरों से ബച്ചാത്തെ കണ്ണിൽപ്പെടാതെ ഏക ഹക്കീം കോ, ഒരു മേരെ പാസ് ലേ ആയ. ഇതാണ് ഞാൻ പറഞ്ഞത് ഹക്കീം എന്ന്. നേരത്തെ വരുന്ന ഹാക്കിമായിരുന്നു വാക്ക്. അതൊരു ഓഫീസറാണ്, അധികാരിയാണ്. ഇത് ഹക്കീമാണ്. ആ വരയില്ല ഹാ കഴിഞ്ഞിട്ട്. ഹക്കീം എന്ന് പറഞ്ഞാൽ വൈദ്യൻ എന്നാണ്. ഒരു വൈദ്യനെ കൊണ്ടുവന്നു. അദ്ദേഹം മരുന്ന് തന്നു. ഹക്കീം കി ദവാസെ മേരി ജാൻ ബച്ചി. അദ്ദേഹം മരുന്ന് തന്നു, ഞാനത് കഴിച്ചു, എൻ്റെ പ്രാണൻ രക്ഷപ്പെട്ടു. അതാരാണ് ചെയ്ത്? ബാൽ മുകുന്ദ്. അവന് നല്ല പയ്യനാ. മുझे
ജിന്ദഗി ബാൽ മുകുന്ദ് കി മദദ് സെ ഹി വാപസ് മിലി. എനിക്ക് ബാൽ മുകുന്ദാണ് ഒരു പുതിയ ജീവിതം തന്നത്, ജീവിതം തിരിച്ചു തന്നത്. ദൂർ കെ ദോസ്തോമേ, ഇനി ഡൽഹിയിൽ നിന്നും ദൂരസ്ഥലങ്ങളിലുള്ള ചില സുഹൃത്തുക്കളെ കുറിച്ചുള്ള കാര്യം നമ്മുടെ എഴുത്തുകാരൻ പറയുകയാണ്. ദൂർ കെ ദോസ്തോമേ മേറട്ട് കെ ഹരി ഗോപാൽ തുഫ്ത വേ ഷായരി കർത്ത ഹെ. ഇനി മീററ്റ് എന്നൊരു സ്ഥലമുണ്ട്. മീററ്റ് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഡൽഹിയിൽ നിന്ന് തൊടുത്ത് പിന്നെ ഡൽഹിയിലേക്ക് പോകുന്ന, ആഗ്രയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന വഴിയിൽ, ആഗ്ര അത് കഴിഞ്ഞിട്ട് പോകുന്ന വഴിയിൽ മീററ്റ് വരും. റോഡിൽ പോകുമ്പോഴാണ്, റെയിൽവേ അല്ല, റോഡ് മാർഗം, സഡക്ക് മാർഗം. അപ്പോൾ മീററ്റ് എന്ന സ്ഥലം വരും. ആ മീററ്റിലാണ് അദ്ദേഹം താമസം. മീററ്റ്, നോയിഡ കഴിഞ്ഞ് മീററ്റ് ചെല്ലും. ഇനിയാണ് ആ റോഡ് പോകുന്നത്. മീററ്റ് കെ ഹരി ഗോപാൽ തുഫ്ത, പേര് ഓർമ്മിക്കുന്നു, ഹരി ഗോപാൽ തുഫ്ത. അദ്ദേഹം ഷായറി കർത്തേ. ഷായറി ഉറുദു കവിതയാണ്, ഉറുദു ഫാഴ്സിയിലെ കവിതയാണ് ഷായറി. എഴുതുന്നയാളിനെ ഷായർ എന്ന് പറയും. ഷായറി എന്ന് പറഞ്ഞാൽ ആ കവിതയാണ്. അദ്ദേഹം കവിത എഴുതുന്നയാളാണ്, എൻ്റെ കൂട്ടുകാരനാണ്. ഉൻഹോനെ മുझे अपने घर मेरठ से, അദ്ദേഹം ഒരിക്കൽ എന്ത് ചെയ്തു, തൻ്റെ വീട്ടിൽ നിന്നും മീററ്റിൽ നിന്നും നക്കത് റുപ്പയ ഭേജ, കുറച്ച് പണം അയച്ചു തന്നു. നക്കത് റുപ്പയ, പണം അയച്ചു തന്നു. ഗേഹൂങ്കി കുച്ച് ബോറിയാം ഭി തുഫ്താ കെ ആത്മി മേരെ ഘർ റഖ് ദിയേ. ബോരി എന്ന ചാക്ക്, കുറേ ചാക്കിൽ ഗോതമ്പ് നിറച്ചിട്ട് ആ ഗോതമ്പ് ചാക്കും കൂടെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ജോലിക്കാർ എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് പോയി. അപ്പോൾ എന്ത് കിട്ടി? പണം കിട്ടി, കുറേ ഗോതമ്പും കിട്ടി. ഉൻഹോനെ കഹല ഭേജ, പറഞ്ഞയച്ചിരുന്നു അവരോട്. എന്താണ്? കി മൈ ഫിക്ർ നഗരെ, അങ്ങ് എന്തുകൊണ്ടും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഏത് വിധേനയും അങ്ങക്ക് സഹായം എത്തും എന്നാണ് എഴുതിയിരുന്നത്. ഫിക്കർ നഗരെ, ഫിക്കർ കർണ വിഷമിക്കുക, ഫിക്കർ എണ്ണ കരയും വിഷമിക്കേണ്ട, എന്നാ ചേർത്തുകൊണ്ട് അതിന് വിപരീതാർത്ഥമാണ്. വിഷമിക്കേണ്ടതില്ല. വേ മേരി മദത് ഹർ കിസ്മസേ കർത്തേ രഹേങ്കെന്നാണ്. എന്ത് തന്നെ ആയാലും അങ്ങയെ ഞാൻ സഹായിച്ചിരിക്കും എന്നാണ്. ये बातें जिनका लिखना ज़रूरी नहीं था, सिर्फ इसलिए लिखी कि इन लोगों की दरिया दिली और हमदर्दी का शुक्रिया अदा हो जाए. ഇപ്പറഞ്ഞ കാര്യം ശരിക്കും ഈ ഡയറിയിൽ എഴുതേണ്ട കാര്യമില്ലായിരുന്നു. എന്നിരുന്നാലും പിന്നെ എന്തിനെഴുതി എന്ന് നിങ്ങൾ ചോദിക്കാം. അതിൻ്റെ കാരണമുണ്ട്. ഇതാണ് കാരണം. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സഹായം ചെയ്തവരെ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. ലോകം ദരിയാദിലി എന്ന് പറഞ്ഞാൽ കാരുണ്യം. ദരിയാദിലി ആണല്ലോ, ആ വാക്ക് എഴുതിയെടുത്ത് പഠിച്ചോളണം. ദരിയാദിലി, കാരുണ്യം, ദയ. അവർ ഹംദർദി, സഹതാപം. ഹംദർദി എന്ന് പറഞ്ഞാൽ സഹതാപം, മറ്റൊരാളിൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ശരിക്കും മനസ്സിലാക്കി ആ ആളിനെ സഹായിക്കുക. ആ മനസ്ഥിതിയെയാണ് हमदर्दी എന്ന് പറയുന്നത്. दूसरों की कठिनाइयों को समझना और आवश्यकता पड़ने पर ठीक समय पर सहायता देना എന്ന് ഹിന്ദി പറയും. ശുക്രിയ അദാ ഹോ ജായ്. ശുക്രിയ എന്ന് അവരെ വന്ദിക്കുക, വന്ദനം. ശുക്രിയ എന്നല്ലേ, ശുക്രിയ വന്ദനം. അവരെ ഒന്ന് നന്ദി പറയണം. ഒന്നുമില്ലെങ്കിലും നന്ദി പറയണമല്ലോ. അതിനുവേണ്ടി ഞാനിവിടെ എഴുതിയതാണ്. രാത് കോ ചിരാഗ് നഹീം ജൽത്തെ. അവിടുത്തെ സ്ഥിതി ആലോചിച്ച് നോക്കുക. രാത്രിയായാൽ ചിരാഗ്, വിളക്ക് കത്തുന്നില്ല, എണ്ണയില്ല, കത്തുന്നതും അപകടമാണ്. രണ്ട് കാര്യങ്ങളാണ്. അവിടെ ആരോ ഉണ്ടെന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കും, സൈനികർ. ദിൻമേ ചൂലേ നെയ്യും ജലത്തെ നെഹി സുലഗത്തെ. ദിൻമേ പകൽ സമയത്ത്, ചുല്ല എന്ന് പറഞ്ഞാൽ അടുപ്പ്. ചക്കി, ചുല്ല, ചൗക്ക, ബർത്തൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വീട്ടിലുള്ള സാധനങ്ങളാണ്. ചുല്ല അടുപ്പ്. അങ്കീഠി എന്ന് ഹിന്ദിയിൽ പറയും. വേറെ വാക്കാണ് അങ്കീഠി. ചുല്ല. ചുല്ലേ നെഹിൽ സുലഗത്തെ. അടുപ്പ് കത്തുന്നില്ല. അടുപ്പ് കത്തുന്നില്ല വിറകില്ലാത്തതുകൊണ്ടോ ആണോ? അല്ല, ഒന്നുമില്ല വേവിക്കാൻ. ചുല്ലേ നെഹി സുലഗത്തെ. അടുപ്പ് കത്തുന്നില്ല, പുകയുന്നില്ല. രാത്രിയിൽ വിളക്കും കത്തുന്നില്ല. ജബ് അനാജ് ഹി നഹി, കാരണം എന്തോ? അനാജ്, ധാന്യമില്ല. തോ ചുല്ലേ കഹാസെ ജലേ, പിന്നെ എങ്ങനെ അടുപ്പ് കത്താനാണ്? ധാന്യമില്ല. ധാന്യം ഉണ്ടെങ്കിലല്ലേ കത്തണ്ടേ.
മക്കാനും കെ മാലിക് മാർ ഡാലേ ഗയേ ഹെ. വീട്ടിലെ ഉടമസ്ഥൻ, മാലിക് ഉടമസ്ഥനാണ്, മാലിക് ഉടമസ്ഥർ കൊല ചെയ്യപ്പെട്ടു. വീടുകളിൽ ആളില്ല, ഉടമസ്ഥന്മാരെയൊക്കെ കൊന്നവർ. ബ്രിട്ടീഷുകാർ ചെയ്ത കാര്യകൃത്യങ്ങളാണ്. വേ ഹോത്തെ ഘറോമേ ഗല്ല പാനിയാത്ത. അങ്ങനെ ആൾക്കാരുണ്ടായിരുന്നു എങ്കിൽ വീടുകളിൽ, ഗല്ല എന്ന് പറഞ്ഞാൽ ധാന്യമാണ്, ഗല്ല പാനി എന്തെങ്കിലും ഭക്ഷ്യവസ്തുക്കളെന്ന് എടുക്കുക. ഗല്ല പാനിയാത്ത, ഗല്ല ധാന്യം, പാനി വെള്ളം. ധാന്യവും വെള്ളവും ഉണ്ടാകുമായിരുന്നു. അവരൊന്നുമില്ല, അവരൊക്കെ മരിച്ചുപോയി, അവരെയൊക്കെ കൊന്നു. അപ്പോൾ ഗല്ല എന്നൊരു പുതിയ വാക്കാണ്. ഗല്ല, ഗല്ല ധാന്യം, ഗേഹു ധാൻ, അനാജ് എന്നാണ് സാധാരണ ഹിന്ദി പറയുന്നത്. ഈ ഗല്ല എന്നുള്ള വാക്ക് സാധാരണ ഈ അവിടെ ഗ്രാമപ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ഹരിയാനയിലും അതുപോലെ തന്നെ ഈ ഉത്തർപ്രദേശിലൊക്കെ അവർ ഇന്ന് ഗല്ല എന്ന് പറയും. ഗേഹു അതിന് ഗോഹു എന്നും പറയും. ഗേഹു, ഗല്ല എന്നാണ് സാധാരണ പറയുന്നത്. गालिब जिसके इस शहर में हज़ारों दोस्त हैं, इस तन्हाई और अकेलेपन में सिर्फ अपनी कलम के सहारे ही जिंदा बेजा रह गया है. ഗാലിബ് എന്താണ്? ഗാലിബ് ഇത് എഴുതുന്നയാളാണ് പറയുന്നത്. എഴുതുന്ന ഈ നമ്മുടെ ലേഖകൻ ജിസ്കെ ഈ ഷഹർമേ, അദ്ദേഹത്തിന് ഈ പട്ടണത്തിൽ, ഗാലിബിൻ്റെ ഈ നഗരത്തിൽ ആയിരക്കണക്കിന് സുഹൃത്തുക്കൾ അങ്ങ് ഒരിക്കലുണ്ടായിരുന്നു. ഗാലിബിന് ഹസാറോ ദോസ്ത് ഹേ, ഒരുപാട് പേരുണ്ടായിരുന്നു. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായിരുന്നു, കവിയായിരുന്നു. അദ്ദേഹത്തിന് വലിയ ആദരവ് കിട്ടിയിരുന്നു. അദ്ദേഹം താമസിച്ചിരുന്ന ആയിരക്കണക്കിന് സുഹൃത്തുക്കളുണ്ടായിരുന്ന ഈ പട്ടണത്തിൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇസ് തൻഹായി. തൻഹായി എന്നുള്ള വാക്ക് എഴുതുന്ന ഏകാന്തത. ഹിന്ദി പാട്ടുകളിലൊക്കെ ധാരാളം വരുന്ന വാക്കാണ് തൻഹായി. കേട്ട് കാണും, ഹിന്ദി പാട്ട് കേട്ട് നോക്കണം. ഇസ് തൻഹായി, ഏകാന്തത. തൻഹായി അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം. ഏകാന്തത. ഓർ അഖേലേപ്പൻ. അഖേല എന്ന് പറഞ്ഞാൽ അറിയാം, ഒറ്റപ്പെടലാണ്. അഖേല, തനിച്ച്. ഇവിടെ വേറെ ആരുമില്ല, തനിച്ച് കഴിയാണ്, എല്ലാവരും ചത്തു. അല്ലെങ്കിൽ ചത്തല്ല, കൊന്നു. അഖേലേപ്പൻ മേ സിർഫ് അപ്പനീ കലം കെ സഹാരെ, എൻ്റെ പേന കൊണ്ട് മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. പേന ഒന്നുള്ളതുകൊണ്ട് മാത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? കവിത എഴുതുന്നുണ്ട്. എൻ്റെ പേനയുടെ സഹായത്താൽ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം കവിത എഴുതുന്നുണ്ട്. ഷായറി കർത്തേ ഹെ, കവിത കർത്തേ ഹെ. അതുകൊണ്ട് മാത്രമാണ്. എനിക്ക് ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവരെ എല്ലാവരെയും ബ്രിട്ടീഷ് സൈനികർ കൊന്നു. ഇപ്പോൾ പിന്നെ ഇവിടെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അങ്ങനെ ഈ ഏകാന്തതയിലും ഒറ്റപ്പെടലിലും ഞാൻ ജീവിച്ചിരിക്കുന്നത് ഈ എഴുത്ത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഞാനും ഒരു പക്ഷേ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യുമായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഉൻകെ സാരെ ദോസ്ത് ഏക് ഏക് കർ മാർ ഡാലേ ഗയേ. കണ്ട, ക്ലിയറായി. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി തൂക്കി കൊണ്ടുപോയി. മാർ ഡാലേ ഗയേ. മേരി ആത്മാമേ അബ് കേവൽ ദുഃഖ് ഹി ദുഃഖ് ഹെ. ഇനി എൻ്റെ ആത്മാവിൽ ദുഃഖം മാത്രമാണ് അവശേഷിക്കുന്നത്, മറ്റൊന്നും തന്നെ ഇല്ല. ദുഃഖം മാത്രം. മേ അപ്പനാ ബിസ്തർ और കപ്പടെ ബേച്ച് കർ ജിന്ദഗി ഗുസാർ രഹാ ഹൂം. എൻ്റെ കയ്യിൽ ഇപ്പോൾ വിൽക്കാൻ ഒന്നുമില്ല, പോക്കറ്റിൽ പണമില്ല. പിന്നെ എന്താണുള്ളത്? എനിക്ക് ഒരു കാലത്ത്, ഒരു നല്ല കാലം എനിക്കുണ്ടായിരുന്നു. അന്ന് എനിക്ക് ധാരാളം വില കൂടിയ കിടക്കകളും വിരിപ്പുകളും വസ്ത്രങ്ങളും കിട്ടിയിരുന്നു. രാജകീയമായ വസ്ത്രങ്ങൾ. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു? അതിൽ ഓരോന്നോരോന്നായി വിറ്റാണ് എൻ്റെ ദിവസം കഴിക്കുന്നത്. അപ്പന ബിസ്തർ, വിരിപ്പ് അല്ലെങ്കിൽ കിടക്ക, അവർ കപ്പടെ, വില കൂടിയ വസ്ത്രങ്ങളുണ്ടായിരുന്നു, അത് ഓരോന്നായിട്ട് കൊടുക്കും. ബേച്ച് കർ, വിറ്റാണ് ജിന്ദഗി ഗുസാറാ. ചുരുക്കം പറഞ്ഞാൽ ഞാൻ വസ്ത്രം തിന്നുക എന്ന് വേണമെങ്കിൽ പറയാം, വേറൊന്നുമില്ല. ദൂസരെ ലോക ജിസ് തരഹ സേ റോട്ടിയാ ഖാത്തെ ഹേ മൈ കപ്പടെ ഖാ രഹാ ഹൂം. ശരിയാണ്. മറ്റുള്ളവർ റൊട്ടി തിന്നുമ്പോൾ ഞാൻ എൻ്റെ വസ്ത്രങ്ങളാണ് തിന്നുകൊണ്ട് ജീവിക്കുന്നത്. അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ടാണ് ജീവിക്കുന്നത്. വിറ്റ് കിട്ടാനും പ്രയാസമാണ്. കാരണം വാങ്ങാൻ ആൾ വേണ്ടേ. പഴയ വസ്ത്രങ്ങൾ, സാമാന്യം നല്ല വസ്ത്രങ്ങൾ മാർക്കറ്റിൽ ഇന്നും ഡൽഹിയിൽ ധാരാളം, ആഗ്രയിലോ കിട്ടാനുണ്ട്. നമ്മളിപ്പോൾ അവിടെ തണുപ്പ് കാലം അവിടെ പോകുമ്പോൾ
ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. നല്ല വസ്ത്രം നമുക്കവിടെ തെരുവിൽ വാങ്ങിക്കാൻ കിട്ടും, വിലയും കുറവാണ്. പണ്ടേ ഉള്ള ഒരു രീതിയാണ് അത്. നമ്മളിവിടെ അങ്ങനെ കിട്ടാനില്ല, ആരും പഴയതൊന്നും വിൽക്കുകയില്ല. ഡർത്താ ഹൂം कि जब सब कपड़े खा लूँगा तो नंगा ही भूखा मर जाऊँगा. എല്ലാ വസ്ത്രങ്ങളും അങ്ങനെ വിറ്റ് തിന്ന് തീരുമ്പോൾ ഞാൻ നഗ്നനായി വിശന്ന് മരിച്ചു പോകുമെന്ന് ഭയക്കുന്നു. ഓവർ.